സിനിമ അഭിനയിക്കുന്നവരാന്ന് പറയാൻ തന്റെ ഇടം കഴിഞ്ഞ സ്ത്രീകള് മനസ്സിലായില്ലേ? എടാ നിനക്ക് വഴങ്ങിയിട്ട് എനിക്ക് സിനിമ വേണമെന്ന് പറയണ തന്റെ ഇടം നമ്മുടെ സഹോദരിമാരെല്ലാം കാണിക്കണം. ഈ നിർമ്മാതാവ് നടന്മാരും കൂടെ എല്ലാം പെണ്ണിന് വേഷം കെട്ടി അഭിനയിച്ചോട്ടെന്ന് വെക്കണം. ആ സൂക്കട് തീരും. മനസ്സിലായോ? നിങ്ങൾ തന്റെ ഇടമായിട്ട് യോജിച്ച് നിന്നുകൊണ്ട് അപ്പൊ ഒരു സ്ത്രീ തയ്യാറല്ല, വേറെ സ്ത്രീ തയ്യാറാകും. അതല്ലേ കുഴപ്പം. നമസ്കാരം. വഴങ്ങിത്തന്നാൽ മാത്രമേ അവസരം കിട്ടുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് എനിക്ക് നിന്റെ അവസരം വേണ്ടടവേ എന്ന് തിരിച്ചു പറയാൻ ചങ്കുറപ്പുണ്ടാകണം സ്ത്രീകൾക്കെന്ന് ആഞ്ഞടിച്ച് PC ജോർജ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു PC യുടെ നിലപാടുകൾ എന്നും ശക്തവുമാണ്, ഏറ്റവും പ്രസക്തവുമാണ്. അദ്ദേഹം പറയുന്നത് കുറിക്കൊള്ളുന്ന രീതിയിലുമായിരിക്കും. അത്തരത്തിൽ തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിനെ കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എന്തിനാണ് വഴങ്ങിക്കൊടുത്ത? അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, അങ്ങനെ മാത്രമേ അഭിനയിക്കാൻ അവസരം കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ അവസരം വേണ്ടെന്ന് പറയാൻ സ്ത്രീകൾക്ക് ധൈര്യമുണ്ടാകണം. അങ്ങനെ പറയുന്നവർക്കൊപ്പം സ്ത്രീകൾ ഒരുമിച്ച് നിൽക്കണം. സ്ത്രീകളുടെ കൂട്ടായ്മ അവിടെ ഉണ്ടാകണം. അതാണ് വേണ്ടത്. ഇതങ്ങനെയല്ലല്ലോ. ഒരാൾ വേണ്ടെന്ന് പറഞ്ഞാൽ മറ്റൊരാൾ വഴങ്ങിക്കൊടുക്കാനുണ്ടാകും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മലയാള സിനിമയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലുമുള്ള കാര്യം തന്നെയാണ്. എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ നടപടികൾ, പിന്തിരിപ്പൻ ആശയങ്ങളുമായി, ചില കഴുകൻ കണ്ണുകളുമായി ആളുകൾ പതുങ്ങിയിരിപ്പുണ്ട്. അവരോട് വേണ്ട എന്ന് ധൈര്യപൂർവ്വം പറയണം. എന്തിനാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ഇത്രയേറെ താമസിച്ചത്? ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പുറത്തു വന്നത് ഇപ്പോഴാണെന്ന് മാത്രം. അതൊരു കമ്മിറ്റിയുടെ റിപ്പോർട്ടായി പുറത്തു വന്നിരിക്കുന്നു എന്ന് മാത്രമാണ്. സ്ത്രീകൾക്കൊപ്പം സ്ത്രീകൾ ഒരുമിച്ച് ഒത്തൊരുമയോടെ നിലകൊള്ളേണ്ട ആവശ്യം കൂടിയുണ്ട്. എന്നിരുന്നാൽ മാത്രമേ സമത്വമുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ഒരാൾ തഴയപ്പെടുമ്പോൾ അവർക്ക് കൈകൊടുത്ത് താങ്ങാകാൻ മറ്റുള്ളവർക്ക് കഴിയണം. അതല്ലാതെ ഒരാൾ നോ പറഞ്ഞെടുത്ത് മറ്റൊരാൾ വഴങ്ങിക്കൊടുത്ത് ആ കീഴ്വഴക്കം വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയല്ല, നടന്മാരുടെ ആധിപത്യം ഉറപ്പിക്കുകയല്ല വേണ്ടതെന്നും PC ആഞ്ഞടിക്കുന്നു. PC യുടെ ആ വാക്കുകളിലേക്ക്. അല്ല, എനിക്കൊരു ഞെട്ടലുമില്ല. ഞാൻ പ്രതീക്ഷിച്ചൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. സിനിമാ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആർക്കറിയില്ലാതെ കേരളത്തെ മുഴുവൻ പേർക്കും അറിയാം. അതായത് സ്ത്രീത്വത്തിന് ഒരു ബഹുമാനവും മാന്യതയും കൽപ്പിക്കാത്തൊരു ഫീൽഡാണ് സിനിമ. ആ സിനിമയിൽ പിടിച്ചു നിന്ന സ്ത്രീകൾ ആരുണ്ട്? ഒരാളുടെ പേര് ഞാനിപ്പോ സ്ത്രീകളെ പറ്റി ആകുമ്പോൾ ഒന്നും പറയാൻ പാടില്ല, അതുകൊണ്ട് പറയുന്നത് ശരിയല്ലോ. ഒരു സ്ത്രീക്കും തന്റെ ചാരിത്രം അല്ലെങ്കിൽ അഭിമാനവും നഷ്ടപ്പെടാതെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിലുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വലിയ ദുഃഖം തോന്നുന്നുണ്ട്. നമ്മുടെ സിനിമയിലോ ഇത് മലയാളത്തിൽ മാത്രമല്ലെന്ന്, തമിഴ് പിന്നെന്താ, സിനിമാ ഫീൽഡിൽ മാത്രമല്ല, ഇപ്പൊ എല്ലാ ലോകത്തും ഏത് മേഖല എടുത്താലും സ്ത്രീകളുടെ അഭിമാനം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. നമുക്ക് സ്ത്രീ സമത്വം ഒക്കെ ഭരണഘടന പറഞ്ഞാൽ പോരാ. സ്ത്രീ സമത്വം പ്രാവർത്തികമാക്കാൻ സ്ത്രീകൾ തന്നെ മുന്നോട്ടിറങ്ങണം. സിനിമ അഭിനയിക്കുന്നവരാന്ന് പറയാൻ തന്റെ ഇടം കഴിഞ്ഞ സ്ത്രീകള് മനസ്സിലായില്ലേ? എടാ നിനക്ക് വഴങ്ങിയിട്ട് എനിക്ക് സിനിമ വേണമെന്ന് പറയണ തന്റെ ഇടം നമ്മുടെ സഹോദരിമാരെല്ലാം കാണിക്കണം. അപ്പൊ ഒരു പെണ്ണുമില്ല സിനിമ. ഇവനൊക്കെ സ്വയം ഈ നിർമ്മാതാവ് നടന്മാരും കൂടെ എല്ലാം പെണ്ണിന് വേഷം കെട്ടി അഭിനയിച്ചോട്ടെന്ന് വെക്കണം. ആ സൂക്കട് തീരും. മനസ്സിലായോ? പക്ഷെ നിങ്ങളെ യോജിപ്പില്ല സ്ത്രീ സമൂഹത്തിന്. നിങ്ങൾ തന്റെ ഇടമായിട്ട് യോജിച്ച് നിന്നുകൊണ്ട് അപ്പൊ ഒരു സ്ത്രീ തയ്യാറല്ല, വേറെ സ്ത്രീ തയ്യാറാകും. അതല്ലേ കുഴപ്പം. അപ്പൊ സ്ത്രീ സമൂഹം യോജിച്ച് നിന്നുകൊണ്ടുള്ള പോരാട്ടം ഈ കാര്യത്തിൽ വേണം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 100% ശരിയാണ്. ആ റിപ്പോർട്ടിനെ ഞാൻ ബഹുമാനിക്കുന്നു. ആ ഹേമ കമ്മീഷനെ എന്റെ ബഹുമാനം ഞാൻ അറിയിക്കുകയാണ്. ഒരു സംശയം വേണ്ട. മറ്റൊരു റിപ്പോർട്ടിൽ പുറത്തു പറഞ്ഞ വെച്ചാൽ നടിമാർ രാത്രി കിടക്കുമ്പോൾ വാതിൽ ചെന്ന് എപ്പോഴും മുട്ടാറുണ്ടെന്നും ഒരു സൗകര്യം, ഒരു സുരക്ഷ പോലും ആരും നൽകാറില്ലെന്ന് പറയും. സിനിമ സെറ്റിലും അവർ താമസിക്കുന്ന ഹോട്ടലിലും. ഇതന്നെ സത്യം. ഇതാണ് സത്യം. ഒരു സംശയം വേണ്ട. അതായത് മുട്ടിയാ തുറന്നില്ലെങ്കിൽ പിറ്റേ ദിവസം അവൾ അഭിനയത്തിൽ കാണുകയില്ല, ആ സിനിമയിൽ കാണുകയില്ല. മുട്ടിയാ തുറക്കണം. അത് തന്നെയല്ല, ഒരു പ്രമുഖ നടൻ പറയുന്നത്, പ്രമുഖ നടൻ താമസിക്കുന്ന അയാള് താമസിക്കുന്ന ഹോട്ടലിൽ അയാളുടെ മുറിയിൽ നിന്ന് അങ്ങോട്ട് തുറക്കാവുന്ന വാതിലുള്ള മറ്റേ മുറിയിലായിരിക്കും നായിക. അങ്ങനെ വയ്യാത്ത നായിക എന്ന് നായികയാകല. അങ്ങനെ കേരളത്തിലെ ഏറ്റവും മാന്യമായ സിനിമ എന്ന പേരും കേട്ടോ. മനസ്സിലായില്ലേ? അതൊക്കെ എത്ര എനിക്ക് എല്ലാം അറിയും. ഞാൻ പിന്നെ ഒന്നും പുറത്ത് പറയാത്ത വൺ മാഫിയും ക്രിമിനലുകളാണ് മലയാള സിനിമ ഭരിക്കുന്നത്. പോലീസിന് പോലും പരാതി പറയാൻ പേടിക്കുന്നു. കറക്റ്റ്. ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതേപടി
ഇത് വിശ്വസിക്കാം, ഒരു തർക്കവും ഇല്ല. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് വലിയ വലിയ പ്രമുഖ ആൾക്കാരുടെ പേര് ഇതിൽ നിന്ന് പിണറായി സർക്കാർ എടുത്ത് മാറ്റിയത്? അത് ആരെയും വ്യക്തിപരമായി അപമാനിക്കേണ്ട എന്ന തീരുമാനം എടുത്തുകൊണ്ടായിരിക്കാം. റിപ്പോർട്ടിലെ പേര് വെച്ച് പേരൊക്കെ കാണും. ഈ പ്രസിദ്ധീകരിച്ചപ്പോ പേര് ഒഴിവാക്കിക്കൊണ്ട് 71 പേജുകൾ ഈ റിപ്പോർട്ടിന് എടുത്ത് മാറ്റിയിരിക്കുകയാണ് ഇപ്പൊ. ആ റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ, അപ്പൊ എല്ലാവരുടെയും പേര് മനസ്സിലാവും. റിപ്പോർട്ട് ഇടുന്ന അടിമാരുടെ പേരും മനസ്സിലാവും. അതൊന്നും ഇല്ലാതെ രഹസ്യമായിട്ട് വെച്ചിരിക്കാം. ഗവൺമെന്റ് സ്വാഭാവികം, നമ്മുടെ ഗവൺമെന്റ് കാര്യമല്ലേ. ഏതായാലും കോടതിയും ഈ സ്ത്രീകളുടെ പേര് പറയരുത് നിർബന്ധം പറയുന്നുണ്ടല്ലോ. ആ നിലയ്ക്ക് ആണുങ്ങളുടെ പേര് വേണ്ട എന്ന് തീരുമാനിച്ചു കാണും. എല്ലാവർക്കും അറിയാം ഇതൊക്കെ. ഞാൻ നടന്റെ കാര്യം, ഞാൻ നടന്ന ആരാന്ന് അറിയത്തില്ലാത്ത ആരാ, എല്ലാം കണക്കാ. അപ്പൊ അതും പറഞ്ഞിട്ട് കാര്യമില്ല.